എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ചക്കക്കുരു പ്രഥമനാണ്. നമ്മുടെ വീട്ടിൽ ഈ ഒരു സീസണിൽ കിട്ടുന്ന ചക്ക വെച്ചിട്ട് വളരെ രുചികരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രഥമൻ തയ്യാറാക്കി എടുക്കാം. ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ചക്കക്കുരു നമ്മളെല്ലാവരും വലിച്ചെറിഞ്ഞ് കളയാറാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ചക്കക്കുരു നിങ്ങൾ ആരും വലിച്ചെറിഞ്ഞ് കളയല്ലേ. ഇതുപോലൊരു പ്രഥമൻ തയ്യാറാക്കി നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണേ. നമ്മൾ ഈ പ്രഥമൻ തയ്യാറാക്കി മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ചക്കക്കുരു വെച്ചിട്ടാണ് നിങ്ങളിത് തയ്യാറാക്കിയതെന്ന് അവരൊരിക്കൽ പോലും അറിയില്ല. അത്രയും തന്നെ രുചിയാണ് ഇത് കഴിക്കാനായിട്ടും. ഒരു തവണ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കൂ. അത്ര സ്വാദാണ് കഴിക്കാനായിട്ട്. അതും വളരെ ഹെൽത്തിയുമാണ്. ഒരു സീസണിൽ എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ചക്കക്കുരു പ്രഥമൻ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 50 ചക്കക്കുരു തോല് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ തോല് മാത്രമാണ് എടുത്ത് കളഞ്ഞിട്ടുള്ളത്. ഇതുപോലൊരു മെറൂൺ പാളി ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റുവാണ്. കുക്കറിലേക്ക് മാറ്റിയ ചക്കക്കുരുവിലേക്ക് വെന്തുവരാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു ഇരുന്ന അതേ പാത്രത്തിൽ 1 പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല മയം വരുന്നത് വരെയും ചക്കക്കുരു വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 6 വിസിൽ വെച്ചിട്ടാണ് ചക്കക്കുരു വേവിച്ചെടുക്കാനും പോകുന്നത്. ചക്കക്കുരു വെന്തുവരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ മധുരത്തിനായിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 600 ഗ്രാം ശർക്കരയിലേക്ക് 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഈ ശർക്കര അടുപ്പിലേക്ക് മാറ്റി നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര ഇവിടെ നല്ല പോലെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. കട്ടകളില്ലാതെ വേണം നമുക്കൊന്ന് ഉരുക്കിയെടുക്കാനായിട്ടും. ഇതൊന്ന് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തണുത്ത് വരുമ്പോൾ ഒന്ന് അരിച്ചുകൂടി എടുക്കണം. നിങ്ങളിപ്പോൾ ശർക്കര പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിലേക്ക് 700 ഗ്രാം അളവിലായിരിക്കണം ശർക്കര എടുക്കേണ്ടതും. ശർക്കര പൊടിക്ക് കുറച്ച് മധുരം കുറവായതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ചക്കക്കുരു വെന്ത് ഒന്ന് തണുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. തണുപ്പിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരു നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചുകൂടി എടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ചക്കക്കുരു വെന്ത വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തും അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ചക്കക്കുരു ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരച്ചെടുത്ത ചക്കക്കുരു ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. പ്രഥമനും പായസമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നെയ്യുടെ അളവ് കൂട്ടിയെടുക്കുമ്പോഴാണ് പ്രഥമനും പായസമൊക്കെ വളരെ സ്വാദിഷ്ടമാകുന്നത്. ഇനിയിപ്പോൾ നെയ്യുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുറച്ചളവിൽ മാത്രം ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ചക്കക്കുരു വഴറ്റിയെടുക്കുമ്പോൾ കൈയെടുക്കാതെ വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ടും. ഇതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി ഒന്ന് വഴണ്ട് കിട്ടണം. അതുവരെയാണ് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കേണ്ടതും. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു വഴറ്റാൻ തുടങ്ങി 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഒരു പാകത്തിലേക്ക് ചക്കക്കുരു ആയി വന്നിട്ടുമുണ്ട്. ചക്കക്കുരുവിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി കട്ടിയായി വരുന്ന ഇതുപോലൊരു അവസ്ഥയിൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ശർക്കരയ്ക്ക് നല്ല കളറൊക്കെ ഉണ്ട്. അത് കാരണം നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു പ്രഥമനും നല്ല കളറൊക്കെ കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള പായസവും പ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലുള്ള ശർക്കരയാണ് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതും. വീഡിയോയിലും ശർക്കര ഏത് വാങ്ങണമെന്ന് ഞാൻ പല തവണയായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പേരുകളൊന്നും തന്നെ എടുത്തു പറയാത്തത്. ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ കട്ടകളൊന്നും തന്നെ ഇല്ലാതെ ഉടച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ 2 നാളികേരം ഒന്ന് തിരുമിയെടുക്കണം. കട്ടകളെല്ലാം ഉടച്ചു കഴിഞ്ഞപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ പ്രഥമൻ തിളച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഈ ചക്കക്കുരുവിലേക്ക് 1/2 ലിറ്റർ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശർക്കര പാനിയിലെ വെള്ളം മുഴുവനും തന്നെ വറ്റി ഒന്ന് പാകമായി കട്ടിയായിട്ട് വരും. ആ ഒരു പാകം വരെയാണ് നമുക്കൊന്ന് തുറന്നു വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ടതും. ശർക്കര പാനി ഒന്ന് വറ്റി വരുന്നത് വരെയും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തും നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ചക്കക്കുരു പെട്ടെന്ന് തന്നെ അടിയിലൊക്കെ പിടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ശർക്കര പാനി ഒന്ന് വറ്റി വരാനായിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ അധികം തന്നെ സമയം ആവശ്യമായിട്ടുണ്ട്. 1/2 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 നുള്ളുപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുവാണ്. ചക്കക്കുരു പ്രഥമൻ തയ്യാറാക്കുമ്പോൾ ഇതൊന്ന് കട്ടിയായിട്ടാണ് ഈ ഒരു സമയത്തൊക്കെ കിട്ടുക. അതുകൊണ്ട് നമുക്ക് അല്പം ലൂസാക്കി വേണം ഈ ഒരു പ്രഥമനം തയ്യാറാക്കി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലൊന്ന് കട്ടിയായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കളറോടുകൂടി തന്നെ നമുക്ക് ആയി വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2ാം പാൽ ഞാനിവിടെ ഒരു 3/4 ലിറ്ററോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള 2 നാളികേരത്തിൽ നിന്നും 3/4 ലിറ്റർ 2ാം പാലും
1/2 ലിറ്ററോളം ഒന്നാം പാലുമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. പ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന പ്രഥമന് പച്ചവെള്ളം ചുവയ്ക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുവാണ്. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള രണ്ടാം പാല് മുഴുവനും തന്നെ ഒന്ന് വറ്റി നല്ല കട്ടിയായിട്ട് മാറണം. അതുവരെയാണ് നമുക്കിതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. രണ്ടാം പാലും ചേർത്ത് വീണ്ടും നന്നായിട്ട് തിളച്ചു തുടങ്ങിയാൽ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുത്ത് നമുക്ക് ഈ രണ്ടാം പാലൊന്ന് വറ്റിച്ചെടുക്കാം. രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പ്രഥമൻ വറ്റിക്കുറുകി ഇതേപോലെ ഒന്നായി വന്നിട്ടുണ്ട്. ഇതുപോലൊന്നായി വരാനായിട്ട് വീണ്ടും നമുക്കൊരു അരമണിക്കൂർ ടൈമും കൂടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പ്രഥമനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാല് മുഴുവനും തന്നെ വറ്റിച്ചെടുത്തിട്ടുള്ളത് ചെറിയ തീയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ 1 മണിക്കൂർ ടൈം തന്നെ വറ്റി വരാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളതും. ഇതുപോലെ കട്ടിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ഇതിലേക്ക് ഒന്നാം പാല് 1/2 ലിറ്റർ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡിയാണ്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നാം പാലും കൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് താളിപ്പ് കൂടെ ചേർക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പ്രഥമനിലേക്ക് 2 സ്പൂൺ അളവിൽ ഏലക്ക ചുക്കുപൊടി ചേർക്കാം. ഞാനിത് പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നിങ്ങളെ പഞ്ചസാര ചേർത്തല്ല ഇതെല്ലാം പൊടിച്ചു വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കേണ്ടതുമാണ്. അപ്പോഴാണ് നമ്മുടെ പ്രഥമന്റെ ആ ഒരു ശർക്കര ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നതും. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് താളിപ്പ് കൂടെ ഒന്ന് ചേർക്കണം. താളിപ്പ് ചെയ്തെടുക്കുന്നതിനായിട്ട് താളിപ്പ് ചട്ടിയിലേക്ക് 50 ഗ്രാം അളവിൽ നെയ്യ് ചേർക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3-4 കഷ്ണം നാളികേര കൊത്താണ് ഇതുപോലൊന്ന് ചേർത്തിട്ടുള്ളത്. നാളികേര കൊത്തൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 50 ഗ്രാം അളവിൽ ക്യാഷ്യൂസ് ചേർക്കാം. ക്യാഷ്യൂസും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 25 ഗ്രാം അളവിൽ റൈസിൻസ് കൂടെ ചേർക്കാം. റൈസിൻസ് കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് മുരിയിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വറവെല്ലാം നല്ല പോലെ ഒന്ന് മൂത്തുപാകമായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രഥമനിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർക്കേണ്ടതും. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ചക്കക്കുരു പ്രഥമൻ ഇവിടെ റെഡിയാണ്. ഇതുപോലൊരു പ്രഥമൻ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പ്രഥമന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.